പാകിസ്ഥാന്റെ ചതിയും കെണിയും അവസാനിക്കില്ല, കരുതിയിരിക്കുക. ചതിയൻ പദ്ധതികളുമായി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യം വയ്ക്കുന്നതായി സേന വിവരം നൽകുന്നു. വ്യാജ നമ്പറിൽ നിന്ന് വിവരങ്ങൾ തേടുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാന്റെ കെണിയിൽ വീഴരുത് എന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകുന്നു. 7340921702 എന്ന നമ്പറിൽ നിന്നും കോൾ വന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം ചതികളിൽ വീഴരുത് എന്നുമാണ് മുന്നറിയിപ്പ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 7340921702. പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ആണ് ഈ നമ്പർ ഉപയോഗിക്കുന്നത് എന്നും ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരാണ് എന്ന വ്യാജേനയാണ് മാധ്യമ പ്രവർത്തകരെയും മറ്റു പൗരന്മാരെയും വിളിക്കുന്നത് എന്നും ഇതിൽ ജാഗ്രത പുലർത്തണം എന്നുമാണ് വാർത്താക്കുറിപ്പിലൂടെ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വാട്സ്ആപ്പ് നമ്പർ 7340921702. ഇത് പാകിസ്ഥാനി ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് യൂസ് ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു മെസ്സേജ്, ഇത്തരം അറ്റംപ്റ്റുകളിൽ വീഴരുത് എന്ന ഒരു മെസ്സേജ് ഇപ്പോൾ ഇന്ത്യൻ സേന നൽകിയിരിക്കുകയാണ്. എന്തായാലും ഏത് നമ്പറും, നമുക്ക് അപരിചിതമായ ഏത് നമ്പർ വന്നാലും ഒരു ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. സംസാരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ ശ്രദ്ധയോടുകൂടി സംസാരിക്കുക. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള നിരവധി കെണികൾ പാകിസ്ഥാൻ ഒരുക്കാം എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യയും. പാക് ഡ്രോണുകൾ കണ്ടു. അതിനെ തുടർന്ന് 6 വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ജമ്മു, അമൃത്സർ, LA, രാജ്കോട്ട്, ജോധ്പൂർ, ശ്രീനഗർ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് നടത്തിയിരിക്കുന്നത്. പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇൻഡിഗോയും വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ജമ്മു, അമൃത്സർ, ചണ്ഡീഗഡ്, ലേ, ശ്രീനഗർ, രാജ്കോട്ട് വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളുമാണ് നടത്തിയത്. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് നടപടിയെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. സേനാ ഓപ്പറേഷൻ മേധാവിമാർ വെടിനിർത്തൽ തുടരാൻ തീരുമാനിച്ചതിനും ഭീകരതയ്ക്കെതിരെ പ്രധാനമന്ത്രി ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിനും പിന്നാലെയാണ് വീണ്ടും പാക് ഡ്രോണുകൾ അതിർത്തിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ജമ്മു കാശ്മീർ, പഞ്ചാബ് അതിർത്തികളിലാണ് ഡ്രോണുകൾ എത്തിയത് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ ജമ്മു കാശ്മീരിലെ സാംബയിലാണ് ആദ്യം ഡ്രോണുകൾ കണ്ടത്. പിന്നീട് പഞ്ചാബിലെ അമൃത്സറിലും പ്രകോപനമുണ്ടായി. ഇന്ത്യൻ സേന ഇവയെല്ലാം തകർത്തു. അതിർത്തി ഗ്രാമങ്ങളിൽ ലൈറ്റ് അണച്ച് ജാഗ്രത പാലിച്ചു. അമൃത്സറിലേക്കുള്ള വിമാനം വഴിതിരിച്ചുവിട്ടു എന്നും വിവരമുണ്ട്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പാക് പ്രകോപനം വീണ്ടും തുടർന്നിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വ്യക്തമാക്കിയത്. ആണവ ഭീഷണി ഇങ്ങോട്ട് വേണ്ടെന്നും ഭീകരരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ഭാവി അവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചാവുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശന താക്കീതും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.